നമ്മൾ ആ ഒരു പഴയകാല കാഴ്ചകളെ ഉണർത്തുന്ന ഗ്രാമം താണ്ടിയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അതിൽ നമ്മൾ മാലിക്കത റോഡ് സൈഡിൽ നിൽക്കണേ. അങ്ങനെ നോക്കിയപ്പോൾ ഇഷ്ടിക അടുക്കി വെച്ചിട്ട് ചൂളക്കിടുന്നൊരു സംഭവം കണ്ടിട്ടാ. വിശദമായിട്ട് നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ. ഇതാ അവിടെ കുറേ സ്ത്രീകൾ പണിയെടുക്കുന്നുണ്ട്, ഇവിടെയും സ്ത്രീകളുണ്ട് കേട്ടോ. അപ്പോൾ ചൂളൊക്കെ ഇടുകയാണ്. അപ്പോൾ അതിനെ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് കണ്ടുപോവാം. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. പണ്ടൊരു ഫിലിമിൽ കണ്ടിട്ടുണ്ട് പൃഥ്വിരാജിൻ്റെ, ആ കാഴ്ച മാത്രമേ ഉള്ളൂ ഓർമ്മ. ഇത് ഞാൻ ആദ്യമായിട്ട് കാണണേ. അപ്പോൾ അത് പഴയ ഇഷ്ടിക ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇഷ്ടിക ചൂളൊക്കെ ഇടുകയാണ് ചൂടാക്കാൻ വേണ്ടിയിട്ട്. ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇതേപോലെ എറിഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഒരു വിറകൊക്കെ കത്തിച്ചിട്ടുണ്ട് ഉള്ളിൽ മൊത്തം വിറക് വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി കാണാൻ തന്നെ രസമാണ് കേട്ടോ. അപ്പോൾ ഉള്ളിലുള്ള ഇഷ്ടികളൊക്കെ പുതിയ ഇഷ്ടികളാണ്, ഉണങ്ങാത്ത. ഈ പുറത്തിങ്ങനെ ഇഷ്ടിക വെച്ചിരിക്കണമെന്ന് വെച്ചാൽ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. രണ്ടാൾ ഇവിടെ ഇങ്ങനെ അടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ വിറക് അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിലൊക്കെ വിറകുണ്ട്. കാണാൻ തന്നെ ഒരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഞാൻ അടിയിൽ നിന്ന് ഇങ്ങനെ കത്തിക്കുമ്പോഴേ ഇതൊക്കെ ഉള്ളിലൊക്കെ വിറകാണ്. അടിയിൽ കത്തിക്കും, അപ്പം ഇങ്ങനെ ഉള്ളിൽ തീ പുകയുമ്പോൾ അത് മൊത്തം ചൂടായിട്ട് ആ ഉറപ്പും ടെമ്പറേച്ചറും അങ്ങോട്ട് കിട്ടും. അതാണ് ഇതിൻ്റെ സംഭവം. അടിപൊളി. ഇവിടെയും അക്കന്മാരുണ്ട് പണിയെടുക്കണേ. വിറക് തട്ട ഒക്കെ വിറക് ഒതുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അടിപൊളി ഒരു കാഴ്ചയായി. വെറൈറ്റി ആദ്യമായിട്ടാണ് കാണുന്നത്. അടിയിലാണ് തീ കൊടുക്കുമ്പോൾ പിന്നെ ഇതൊക്കെ ഇങ്ങനെ മറച്ച് പോയി കഴിഞ്ഞാൽ മേലൊക്കെ കത്തും. ഫുള്ള് കത്തിയിട്ട് ചൂട് കായിട്ടാ. അക്കന്മാരട്ടോ അവിടെ പണിയെടുക്കണേ. അടിപൊളി. യാത്രയിൽ ഇങ്ങനെ ഒരുപാട് വട്ടമായി കാണുന്നത്. എടുക്കണമെന്ന് ഇങ്ങനെ വിചാരിക്കൂട്ടാ. ചിലപ്പം എടുക്കാൻ പാസ് ചെയ്തിട്ട് പോകും. അപ്പോൾ ഈ ഒരു വണ്ടി കേട്ടോ എങ്ങനെ ഉണ്ടെന്നുള്ള അഭിപ്രായം പറയും. അടിപൊളി വ്യത്യസ്തമായ കാഴ്ച. അടിപൊളി. ബൈക്കിൻ്റെ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഇങ്ങനെ ബ്രേക്കോ എന്തോന്ന് വരുന്നുണ്ട്. ബ്രേക്ക് ലിവർ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളിട്ടാ. ഇങ്ങനെ ഒരു കൊട്ട വരുന്നുണ്ട്. നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മളൊരു പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിലായിരുന്നു കേട്ടോ. അടിപൊളി. വടമധുര. ശരി. നമ്മ സமைச்சிருக்கு சாப்பாடு. அப்போ சாப்பிடலாம் நினச்சி தான் இங்கே நிப்பாட்டினது. நீங்கள் எங்கேருந்து? கேரளா. எப்படி பழனி பொள்ளாச்சி அந்த வழியாக வரீங்களா? இல்லை தேனி வந்தாச்சு. மூணாறுலேருந்து தேனி வந்தாச்சு. அப்புறம் மதுரை இப்படியே போய் இனி திருச்சினாப்பள்ளி, அப்புறம் தஞ்சாவூர் தஞ்சாவூர் அங்கே பார்த்து சேலம் ரோடு, அப்புறம் சென்னை ரோடு. அப்படியே வர மாதிரி இருக்காது. ஊரு சுற்றி போகிற மாதிரி. அதுக்கு நீங்கள் இப்படி கரூர் போயிட்டீங்கன்னா கரூர் சேலத்துலேருந்து இப்படி போயிட்டா கூட ஓரளவுக்கு அப்படியே ரீச் ஆகல, விழுப்புரம் ரீச் ஆகல. நம்ம எப்படின்னா 2 year ஜேர்னி. இந்தியா ஃபுல்லாக 2 year சுற்றி பார்க்குறேன். அப்போ நம்ம இந்த மாதிரி ஊர் பார்த்து பழகி ஒவ்வொரு நாளில் ஒவ்வொரு ஆள் இருந்தானே அவரெல்லாம் பார்த்து விசாரித்து அந்த மாதிரி பழக்கம் நினச்சி அப்படி போகிறேன். அந்த மாதிரி உங்கள் பேர் என்ன? நடராஜன். சரி. நமக்கு പാല് തന്നെ പാലണ്ണ? തൈരുങ്ങളാ? ശരി അണ്ണാ, താങ്ക്സ് അണ്ണാ. നമ്മളെ കണ്ടപ്പോഴേ അണ്ണ നമുക്ക് പാല് തന്നാട്ടാ. അടിപൊളി. എന്താ ചേച്ചി? പാലും തൈരും. അണ്ണാ ഉങ്ക പേര്? വേല പാൽ സപ്ലൈ. ശരി. അപ്പോൾ മൂപ്പര് ഈ ഒരു വണ്ടിയിൽ പാക്കറ്റ് പാൽ എടുത്തിട്ട് ഒരുപാട് കടകളിലേക്ക് സപ്ലൈ ഉണ്ട് കേട്ടോ. രാവിലെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് ഉണ്ടെങ്കിൽ കൊടുക്കുന്നതാണ് പറഞ്ഞത്. ആദ്യം നമ്മൾ ഓർഡർ കാര്യങ്ങളൊക്കെ പിടിക്കുക, എന്നിട്ട് കൊടുക്കുക എന്നിട്ടാണ് പറഞ്ഞത് മൂപ്പര്. കാരണം എപ്പോഴും ഓർഡർ കിടക്കരുതല്ല, എപ്പോഴും അല്ല ഓർഡർ കിടക്കരുത്. ഓർഡർ நம்ம கடையிலிருந்து ஆர்டர் எடுப்பாங்களா? ஆமாம். அது எப்படி எடுக்கிறது? ரெகுலராக அவங்களுக்கு தெரியும். 5 லிட்டர் வாங்கினா வில்லேஜ் தானே எல்லாமே. ஒரு அவங்களுக்கு தெரியும் மேக்ஸிமம் நாளைக்கு இவ்வளோதான் போகும் அப்படின்ட்டு அந்த அளவுக்கு வாங்கிக்குவாங்க. நம்ம அந்த அளவுக்கு பேக் பண்ணி கொண்டு வந்துடணும். ஸ்டார்டிங்கில் பையில் போட்டு கொண்டு வந்து
அந்த கடைக்கு கொடுத்துட்டு நம்ம அமௌண்ட் வாங்கிக்கலாம். முதல்ல கூப்பிட்டு கேட்பாங்களா எவ்வளோ வேணும்னு? இல்லை இல்லை, வில்லேஜ் தான் ரெகுலராக அவ்வளோதான். ஒரு மினிமம் பேசிக் இவ்வளோ அப்படின்ட்டு தெரியும் நமக்கு. சரி சரி ஸ்டாண்டிங்கே இவ்வளோ வாங்குவோம்னு தெரியும். சரி சரி விசேஷம்னா முன்னாடியே சொல்லிடுவோம். சரி சரி ஸ்டாண்டிங் இவ்வளோ அப்படின்னா அதை மட்டும் நம்ம வாங்கிட்டு எடுத்து வச்சுக்குவோம். எக்ஸ்ட்ரா தேவைப்படுதுன்னா மறுபடியும் அவங்களே கூப்பிட்டு சொல்லிடுவாங்க. எக்ஸ்ட்ரா தேவைப்பட முன்னாடியே சொல்லிடுவாங்க கூப்பிட்டு. நம்ம ரெகுலராக பேக் பண்ணிட்டு அந்த டைம் கொண்டு போய் சப்ளை கொடுத்துருவேன். அப்போ நீங்கள் ரெகுலராக எப்படி இத்தனை லிட்ரு பேலன்ஸ் வருவீங்களா? டெய்லி பேலன்ஸ் 1-2 வரும். இயர்லி லோக்கல் கொடுத்துருவோம். நைட் வரைக்கும் சப்ளை அப்படிங்களா? சரி சரி. அதாவது நீங்கள் ஷாப்பில் இப்படியே ஃப்ரீசர் பண்ணி வைப்பேன். ஒவ்வொரு ஏரியாவுக்கும் வண்டியில் எடுத்துகிட்டு போகிறேன். ஒவ்வொரு ஏரியா உங்களுக்கு தெரியும் இத்தனை போகுது. ரெகுலராக ஒரு சர்க்கிள் தான். ரெகுலர் ஒரு சர்க்கிள் தெரியும். ஒரு லிமிட்டான வண்டி வந்து 60 கிலோமீட்டர் தான் போகும். அந்த ஒரு சர்க்கிளில் தான் முடியும். ஏன்னா போயிட்டே இருந்தோம்னா அது போயிட்டே இருக்கும். சரி சரி. அப்போ அந்த ஒரு ஏரியாவை நீங்கள் ஃபிக்ஸ் பண்ணி தனித்தனியாக போயிடும். முடிஞ்சதும் மறுபடி கடைக்கு போய் எடுத்துகிட்டு வருவாங்க. அப்படி இல்லையா? அப்படி இல்லை, ஒரே டைம் தான் ஃபுல்லாக பேக் பண்ணுவோம். ஒரு 150 லிட்டர் 110-120 லிட்டர் கொண்டு வரலாம். அவ்வளோ எடுக்கலாம். பெரிய அடிவலி அந்த அவ்வளோதான் கொண்டு போக முடியும். ஏன்னா அதுக்கு மேலே போனால் பால் தாங்க கூலி அடிவலி. ஏன்னா காலைல 2 மணி நேரத்தில் வேலையை முடிச்சு அடிவலி 3 மணி நேரம் போயிட்டு வரேன். செகண்ட் சரி சரி சரி. ഒരു പുതുസാന വ്യാപാര ഐഡിയ. അടിപൊളി. താങ്ക്സ് അണ്ണാ. എടാ ടാറ്റെടുത്താ ഏട്ടനെന്താ തന്നേ? ആ മിച്ചർ തന്നാ. അടിപൊളി. ടാറ്റെടുത്താടാ. ടാറ്റാ. അടിപൊളിയാണ്. ശരി, താങ്ക്സ് അണ്ണാ. അങ്ങനെ മൂപ്പര് നമ്മളെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടപ്പോൾ തിരിച്ചു വന്നിട്ടാണ് മോനിസിന് മിച്ചർ കൊടുത്ത് ലാസ്റ്റ്. പിന്നെ നമുക്ക് പാലും തൈരും തന്നിട്ടാ. അപ്പോളേ നമ്മൾ ഇന്നലെ ബിരിയാണി ഉണ്ടാക്കിയത് കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പോൾ അത് കഴിക്കണം കേട്ടോ. നമ്മളേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. വെള്ളം ഇതുപോലെ കൂജയിലാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കേട്ടോ. അപ്പോൾ ഇതിൽ കൂടെ പോണ ആൾക്കാർക്ക് ദാഹിക്കണ കുടിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് വെള്ളം വെക്കുന്നത്. ഒന്നാമത് വെള്ളത്തിൻ്റെ ലഭ്യത കുറവുള്ള സംസ്ഥാനമാണല്ലോ തമിഴ്നാട്. അതുകൊണ്ട് തന്നെ ആ വെള്ളം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സ്രോതസ്സും ഗവൺമെൻറ് തലത്തിലും ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓരോ സ്ഥലത്ത് പോയാലും ഇതുപോലത്തെ ടാങ്കുകളുണ്ട്, പൈപ്പ് ലൈനുകളുണ്ട്. സ്രോതസ്സ് കറക്റ്റായിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ അവരെ കാര്യങ്ങൾ നടക്കുന്ന രൂപത്തിൽ എല്ലാം ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് എന്നാണ് കേട്ടോ. വെള്ളമില്ലാത്ത നാടാണ് തമിഴ്നാട്. എങ്കിൽ കൂടി ഈ ഒരു സ്രോതസ്സ് അവർ അത്രയും ക്ലിയറായി ചെയ്തു കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടൊരു കാഴ്ച, കുട്ടികളവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ മെയിനായിട്ട് ഈ ക്രിക്കറ്റാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് നമുക്ക് ഓരോടത്ത് പോയിട്ട് ഒന്ന് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വരാം. അവരുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുക. കുട്ടികളല്ലേ, രസമായിട്ട് പോവാം. ഫുള്ള് ഇട്ട് കേട്ടോ. അക്കാ ഇതിൻ്റെ ഏടെ പേരെന്നാ അക്കാ? സിത്തൂര്. ഉങ്ക പേര്? സെൽവി. അടിപൊളി. നമ്മ കേരള. ക്രിക്കറ്റാ എന്നെ കൂട്ടുവീங்களா കളിക്കരൊക്കെ? விளையாடலாமா? எனக்கு கிரிக்கெட் களிக்க தெரியாதில்ல, பழகி கொடுக்கும். சரி. அது பேட்டு எப்படி? என்ன பேட்டு? மரமா? பிளாஸ்டிக் பேட்டா? மரம் மாதிரியே எனக்கு பார்க்குறேன். இது எப்படி உடைக்கிறது தெரியுமா? அருவாள் டம்முன்னு உடைக்கணுமா? அடிபொளி. பேட்டு கூட பேட்டு അടിപൊളി. ഇതേ മരത്തിൻ്റെ അല്ല കേട്ടോ. നമ്മളവിടെ നിന്ന് വിട്ടുനിന്ന് കണ്ടപ്പോൾ വിചാരിച്ച മരമാണെന്ന്. സംഭവം പ്ലാസ്റ്റിക് ആണ് കേട്ടോ. പ്ലാസ്റ്റിക്. നമ്മ മലയാളം കേരള ടൂറിസ്റ്റ് இப்படியே சுற்றி போகிறாங்க. என்ன ஆடுவேன்? டான்ஸ் ஆடுவீங்களா? சென்னை டான்ஸ் ஒன்று கொடுக்க சொல்ல. சென்னை டான்ஸா? டான்ஸ் போடு வா. எல்லாரும் கூட சேர்ந்து ஆடு. எல்லாரும் சேர்ந்து டான்ஸ் போடுவீங்களா? கண்டிப்பா എടുത്തിട്ട് വരലാം. അപ്പോളേ കുട്ടികളെ എല്ലാവരും കൂടി ഡാൻസ് കളിക്കുക. ഇവൻ ചെന്നൈ ഡാൻസ് കളിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് നമ്മളെ വണ്ടിയിൽ പാട്ടിട്ട് കൊടുക്കട്ടോ. ഡാൻസ് കളിക്കുമല്ലേ നോക്കാം. ഇതൊക്കെ എല്ലാവരും എൻ്റർടൈൻമെൻറ്റ്. വണ്ടി തന്നെ
അടിപൊളി 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 അടിപൊളി. എനിക്ക് தெரியாது ഞാൻ முதல்ல டிக்கெட் விளையாடுறேன். நம்ம இடத்துல ஃபுட்பால் இங்க ஃபுட்பால் கிடையாதா? கிரிக்கெட்டா? கிரிக்கெட்டு തമിഴ്നാട് ഫുള്ള് ക്രിക്കറ്റ്. അടിപൊളി അടിപൊളി. അപ്പൊ ശരി ശരി കിളമ്പുറ. കബഡി ശരി. ടാറ്റെടുത്താ മോനസ്, ടാറ്റെടുത്താ. ടാറ്റാ ടാറ്റാ. എല്ലാരും ടാറ്റ കൂടെ, എല്ലാരും ടാറ്റ കൂടെ. ശരി 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 കിളമ്പുറ. കൂടെ ഹായ് കൂടെ ഹായ്. ആ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കടയിൽ കയറിയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കട പരിചയപ്പെടുത്തി തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ രീതി കേട്ടോ. അടിപൊളി അടിപൊളി. ശരിയാണ്. ചട്നി എടുക്കാണ? ചട്നി എടുക്കാം. ചട്നി ശരിയാണോ? അപ്പോളേ ഈ വീട്ടുകാരതാണ് ഈ കാണുന്ന തോട്ടട്ടാ. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് കാണണേ എങ്ങനെയാണുള്ളതെന്ന്, എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. സപ്പോട്ട മരവും പിന്നെ അതേപോലെ മാങ്ങ മരം ഉണ്ടെന്ന് പറഞ്ഞിട്ടാ കേട്ടോ. സപ്പോട്ട മരം അടിപൊളി അടിപൊളി. നമ്മളിതുവരെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. വലിയ തോട്ടങ്ങൾ കിട്ടിയാൽ ഒന്നുകൂടി കാണിക്കണം. ഇതൊക്കെ ചെറിയ തോട്ടമാണ്. മെയിൻ്റനൻസ് വളരെ കുറവാട്ടോ ഇവിടെയൊക്കെ. ഒക്കെ ഒരുപാട് കായ്കളുണ്ട് കേട്ടോ സപ്പോട്ട. അതിലേറെ ഹൈലൈറ്റ് ആക്കിയത് ഈ മരമാണ്. ഈ മരത്ത് മേലയിൽ കൂടുതൽ കായാണ് എന്നുള്ളതാണ് കേട്ടോ. ഈ സാധനമൊക്കെ പഴുക്കുണ്ടോ എന്നുള്ളതാണ്. അടിപൊളി അടിപൊളി. വിളഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. തീരെ നോട്ടല്ല കേട്ടോ ഈ തോട്ടങ്ങളൊന്നും. നോക്കാതെ ഇട്ടിക്കാണ്. ഒരുപാടുണ്ട് കേട്ടോ. ഒരു മരത്തുമ്പോൾ തന്നെ ഒരുപാട് കാണാനുണ്ട്. പിന്നെ ഹൈറ്റ് കുറഞ്ഞ മരങ്ങൾ നമുക്ക് കൈ തന്നെ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ സപ്പോട്ടത്തോട്ടത്തിൽ നിന്ന് നേരെ ഇറക്കുക, നേരെ കഴിക്കുക. അടിപൊളി 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 സാധനം. ഇനി നമ്മൾ കാശ്മീർക്കൊക്കെ പോകുമ്പോൾ ആപ്പിൾ നേരെ ഇറക്കുക, നേരെ തിന്നട്ടാ. വേറെ ലെവല്. അത് ചിന്തിക്കാനും കൂടി വെച്ചാൽ മുമ്പര് നമ്മളോട് എടുക്കാൻ പറഞ്ഞിട്ടോ. അതുകൊണ്ട് നമ്മളൊരു പെട്ടി നിറച്ചെടുക്കുന്നുണ്ട്. വലിപ്പമുള്ളത് മാത്രം നോക്കിയെടുക്കണേ. ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പൊട്ടിക്കുക. അയ്യവാ കറ ഇങ്ങനെ പറ്റുട്ടോ. എങ്ങനെയുണ്ട്? ഇനി നമ്മളെ മറ്റേ കാശ്മീർക്കൊക്കെ പോകുമ്പോൾ ഫുള്ള് ആപ്പിൾ ഇങ്ങനെ പൊട്ടിച്ച് കാണിച്ചിട്ടുണ്ട്. വലിയൊരു കുളം കേട്ടോ, വലിയൊരു കുളം. അവിടെ എകർത്തിക്ക് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട് അവിടെ. അടിപൊളി അടിപൊളി. ഈ കുളത്തേക്ക് കാണുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. കുളം കാണുന്നില്ല, അത്രയും താഴ്ചയുണ്ട് കേട്ടോ. അടിപൊളി അടിപൊളി. നമ്മൾ ഈ ഏട്ടന്മാരെ കൂടെ ഉണ്ടുള്ളത്. ഇവരെ മാങ്ങത്തോട്ടത്തേക്ക് കൊണ്ടുപോകണേ. നമുക്ക് മറ്റേ എടി എന്താ നമ്മളവിടെ നിർത്തേ? എന്താ അവിടെ നിന്ന് കിട്ടി? സപ്പോട്ട ഒരുപാട് കിട്ടിയിട്ടാ. അപ്പോൾ നമ്മളോട് പറഞ്ഞു മൂപ്പര് അവിടെ മാങ്ങുണ്ട്, വേണമെങ്കിൽ ഒരു 10 എടുത്തിട്ട് പോയിക്കോളി പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഇവരെയും കൂട്ടിയിട്ട് നമ്മൾ ഓരോ തോട്ടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി അടിപൊളി. നെല്ലിക്ക മരമുണ്ട്, സപ്പോട്ട മരമുണ്ട്, എല്ലാം ഉണ്ട്. വെള്ളത്തിൻ്റെ കുറവ് കാരണമാണ് ഇങ്ങനെ ഭൂമി കിടക്കണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഏട്ടന്മാർ കാണിച്ചു തന്നത് ആ കാണുന്ന മാങ്ങത്തോട്ടാണ്. അവിടെ പോയിട്ട് വലുത് നോക്കി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ യാത്രയിൽ ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഒരുപാട് കിട്ടുകയാണ്. നമ്മൾ ആരെന്ത് തന്നാലും മേടിക്കില്ല എന്ന് നമ്മൾ പറയില്ല. എന്ത് തന്നാലും മേടിക്കൂട്ടോ. കാരണം നമ്മൾ ആക്റ്റീവും ചിലവ് ചുരുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതൊന്നും ആവശ്യങ്ങൾ ഉള്ള സാധനങ്ങളല്ല എങ്കിൽ കൂടി ഈ തോട്ടങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക, ഇവരുമായിട്ടൊക്കെ ഇടപഴകുക. ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ ആവശ്യങ്ങൾ. അടിപൊളി അടിപൊളി. പിന്നെ വ്യത്യസ്തമായ കാഴ്ചകൾ ഇതുപോലെ സമ്മാനിക്കാൻ പറ്റുന്നുണ്ടല്ലോ. വെള്ളം കുറവ് കാരണം കേട്ടോ ഇവിടെയൊക്കെ ഉണങ്ങി പിടിച്ചിട്ടുണ്ട്. മൂപ്പർ ആദ്യം പറഞ്ഞിരുന്നു വെള്ളക്കുറവ് ഭയങ്കരമാണെന്നുള്ളത്. അപ്പോൾ ഇത്രയും വലിയ ഏക്കറക്കണക്കിന് തോട്ടമുണ്ട്, പക്ഷേ വെള്ളത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഭൂമിയൊക്കെ ആകെ ഇല്ലാതായിക്കണം കേട്ടോ. നെല്ലിക്കമരമൊക്കെ കണ്ടില്ലേ, ആകെ കൊള്ളായി കിടക്കുന്നുണ്ട്. അവിടെ സപ്പോട്ടമരമൊക്കെ കണ്ടില്ലേ, ഫുള്ള് കേട് വന്നിട്ട് ഭയങ്കര സങ്കടം കേട്ടോ. ഇതൊക്കെ നെല്ലിക്കമരമാണ്. ഈ കാണുന്നൊക്കെ നെല്ലിക്കമരമാണ് കേട്ടോ. ഇതൊക്കെ നെല്ലിക്ക മരങ്ങളാണ്. അടിപൊളി അടിപൊളി. പക്ഷെ എന്താ കാട്ടുക, വെള്ളക്കുറവ് കൊണ്ട്
ഒക്കെ നാശനഷ്ടമായി സംഭവിച്ചു എന്നുള്ളതാണ്. നമ്മൾ ലാസ്റ്റ് മാങ്ങ തോട്ടത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. മാങ്ങ തോട്ടത്തിൽ മാങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാവം അടിപൊളി മാങ്ങയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അടിപൊളി കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് അങ്ങോട്ടൊക്കെ ഇതൊക്കെ നല്ല കളർ വന്നിക്കണല്ലോ. മൂപ്പുണ്ടാവേ. മാങ്ങത്തോട്ടത്ത് പോയിട്ട് ഇതുപോലെ ഇതാ കണ്ടോളിട്ടാ ഇങ്ങനെ പറിച്ചും. ഇനി ജമ്മു കാശ്മീർക്ക് എത്തുമ്പോൾ ഇൻഷാ അല്ലാ ഇതേമാതിരി നമ്മൾ ആപ്പിൾ പറിച്ച് കാണിക്കട്ടെ നിങ്ങളെ. ഇത് വേറെ ഐറ്റം വാങ്ങാൻ കേട്ടോ. ഇത് വേറൊരു ഐറ്റം വാങ്ങാം. അതാ ജസ്റ്റ് അർത്ഥത്തിന് വലുത് വലുത് നോക്കി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മൂത്തുകണല്ലേ മാറണായി. ഞാൻ എടുക്കാം. അപ്പോളേ പഴുത്ത മാങ്ങട്ടതാ ഇങ്ങനെ പഴുത്ത മാങ്ങ അടിപൊളി അടിപൊളി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇടക്കണി അയ്യോ എന്നിട്ട് ഇങ്ങനെ ഒറ്റിച്ച് കാണിച്ചു തരാം. ഇത് നമ്മൾ ഇവിടെ കപ്പത്തോട്ടം ഉണ്ട് കേട്ടോ. ഇതൊക്കെ പൂളത്തോട്ടാണ്. അടിപൊളി അടിപൊളി. ഇത്രയും വലിയ തോട്ടത്തു നിന്നാണ് നമ്മളോട് വേണ്ടത് അറുത്തുകാണ്ട് വരാൻ പറഞ്ഞു കേട്ടോ. അണ്ണന്മാരെ നമ്മൾ പരിചയപ്പെടുത്തി തരാം. അടിപൊളി അടിപൊളി. ഒക്കെ വെള്ളമില്ലാത്തത് കാരണം ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. മരത്തിനായിക്കോട്ടെ ഭൂമിക്കായിക്കോട്ടെ എല്ലാം കൊണ്ടും. ഇത്രയും വലിയ നെല്ലിക്കത്തോട്ടം നശിച്ചിട്ടുണ്ട് കേട്ടോ വെള്ളമില്ലാത്ത കാരണം. ഭയങ്കര സങ്കടമായി പോയി. അണ്ണാ ഇതെടുത്തുകണ്ടാ ഇതെടുത്തുക്കണേ. സ്ഥലത്തൊക്കെ വീഡിയോയിൽ കാണിച്ച പോലെ ഒറ്റ പീസ് കല്ലുകളല്ല കേട്ടോ ഒരുപാട്. ഇവിടെ ഇതാ ഒരു പീസ് കല്ല് എന്ത് വലുപ്പമാണ് നോക്കുകയാണെങ്കിൽ നല്ല മാർബിൾ മാതിരി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ നമ്മളെ നാട്ടിലത്തെ മണ്ണ് മാതിരി ചുവപ്പ് മണ്ണാണ് കേട്ടോ. അടിപൊളി മണ്ണ് കാര്യങ്ങളൊക്കെയാണ്. ഇന്നത്തെ പിടിച്ച ഇന്ന് നമ്മളുള്ളത് ഒരു ഊരിലാട്ടാ. അതിമനോഹരമായിട്ടുള്ള ഒരു ഊരാണ്. ഈ ഒരു വീട്ടിലെ ആളുകളെ നമുക്ക് സ്റ്റേ തന്നിട്ടുള്ളത് കേട്ടോ. ഇതൊരു ഏട്ടൻ പാലക്കാടൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് പറഞ്ഞ്. അങ്ങനെ നമ്മൾ മാലിക്കിനോടെ നിർത്തിയിട്ടുണ്ട്. നേരെ ബാക്കിലായിട്ട് നമ്മൾ ടെൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അണ്ണാ ഇങ്ങ പേരെന്നാ അണ്ണാ? പേര് പളനിയപ്പ. ഊര് പേര് അയ്യന്നൂർ. അടിപൊളി അടിപൊളി. അടിപൊളി അടിപൊളി. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റേ അടിച്ചിട്ടുള്ളത് ജസ്റ്റ് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്.